അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് മൊത്തം പൂച്ച മാന്തിയിട്ട് കേടായിപ്പോയി. അപ്പോൾ കടയിൽ ചെന്നപ്പം അവർ സീറ്റ് അഴിച്ചു തരുവാണെങ്കിൽ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ സീറ്റ് അഴിച്ചു കാണിച്ചു തരാം. അപ്പം ഇതാട്ടോ സീറ്റ് അഴിച്ചിട്ടുള്ള വണ്ടിയുടെ കോലം. ഫുള്ള് ബാറ്ററി പാക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് MECU, പിന്നെ ഇതിൻ്റെ മോട്ടോർ കൺട്രോൾ യൂണിറ്റാണ് ഈ സാധനം. അപ്പോൾ ഇത് ഫുള്ള് പൊടിയാണ്, കണ്ടില്ലേ? മേടിച്ച കാലം മുതലുള്ള ചെളി മൊത്തം അതിൽ മുകളിലുണ്ട്. സർവീസിങ്ങിന് ഇതൊന്നും അവർ സർവീസ് ചെയ്യില്ലല്ലോ, ഫുള്ള് പൊടിയാണ്. അപ്പോൾ അത് തുടച്ച് കളയണം. ഞാൻ എൻ്റെ സീറ്റ് കാണിച്ചു തരാം. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അത് സ്ക്രൂ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് തയ്ക്കാനുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇനി വേറെ ഒരെണ്ണം ഒട്ടിക്കണം നമുക്ക്. അപ്പോൾ ഇതിന് എടുത്തുകൊണ്ടേ കടയിൽ കൊണ്ടേ കൊടുക്കണം. പൊടി പൊടി പൊടി. എത്ര മഴക്കാലം കൊണ്ടാണെന്നറിയോ? 3-4 മഴക്കാലം ഫുള്ള് കൊണ്ട് അതിൻ്റെ മൊത്തം ചെളിയുണ്ട് വണ്ടിക്കകത്ത്. സർവീസിന് ചെല്ലുമ്പം കമ്പനിക്കാരോട് പറയുമ്പം അവർ വണ്ടിയുടെ ഈ ഭാഗങ്ങളൊന്നും സർവീസ് ചെയ്ത് തരില്ല. ശരിക്കും ഇലക്ട്രോണിക് വണ്ടിയുടെയൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ചെയ്തു തരേണ്ടത്. ഇതിപ്പോൾ നമ്മൾ രക്ഷയില്ലാത്തതുകൊണ്ട് ഊരിയതാണ്. ഇതാണ് വണ്ടിയുടെ ECU. ഇതൊരു തവണ കേടായിട്ട് വണ്ടി നിന്നു പോയതാട്ടോ. അപ്പോൾ സീറ്റ് എടുത്ത് നമ്മൾ തയ്യൽക്കാരൻ്റെ അടുത്തെത്തി. ആശാൻ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, എനിക്കിപ്പം ഫ്രണ്ടിലിരിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ സ്പോഞ്ച് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കഷ്ണം അവിടെ വയ്ക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് ഭയങ്കര ഹാർഡായിട്ടാണല്ലോ, അപ്പോൾ ഉപയോഗിക്കുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്പോഞ്ച് കഷ്ണം കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അത് വയ്ക്കുകയാണ്. നമ്മുടെ പഴയ വണ്ടികൾ, പൾസർ, അങ്ങനത്തെ സ്പ്ലെൻഡർ, അതൊക്കെ ഉണ്ടായിരുന്നൊക്കെ പുള്ളിയുടെ അടുത്ത് നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി നല്ല അടിപൊളിയാണ്. പുള്ളി അങ്ങനെ ചില കാര്യങ്ങളൊന്നും ചെയ്തു തരില്ല. അതായത് നമ്മൾ എക്സ്ട്രാ ഒരുപാട് സ്പോഞ്ച് വയ്ക്കണമെന്നൊന്നും പറഞ്ഞൊന്നും ചെയ്തു തരില്ല. പുള്ളി പറയാം അതിൻ്റെ പെർഫെക്ഷൻ പോകും. അപ്പം പുള്ളി അതിന് പറ്റുന്നത് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളുടെ ഇഷ്ടം പോലെ എല്ലാം അങ്ങനെ ചെയ്തു തരില്ല. അതേസമയം പുള്ളി ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. മുമ്പിലായിട്ട് അത് കീറിയിട്ട് വേറൊരു കഷ്ണം ഒറിജിനൽ സ്റ്റിച്ചിങ് എങ്ങനെയാണോ വരുന്നത് അതുപോലെയാണ് മൂപ്പർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ആ ഫ്രണ്ടിൽ ആ എന്തെങ്കിലും ചെറിയ ഭാരങ്ങളൊക്കെ തൂക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടെ അത് തുറന്ന് വയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പണി ചെയ്യണം മൂപ്പർ. ആ സാധനം ചെറുതായിട്ട് ലൂസാക്കി, എന്നിട്ട് അതിൻ്റെ ആ കപ്പ് പോലത്തെ ഭാഗം ഇച്ചിരി പുറത്തേക്ക് തള്ളി വെച്ചിട്ട് ഈ കീറുന്ന ഭാഗം ഉള്ളിലേക്ക് ഗ്യാപ്പിലേക്ക് തിരികെ വയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മൂപ്പർക്ക് അത് ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഇടയിലേക്ക് അതങ്ങ് തിരികെ വയ്ക്കും. എന്നിട്ട് ഉള്ളിൽ നിന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പം അത് നല്ല ബലത്തിൽ അമർന്നിരുന്നുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ തിരികെ വയ്ക്കും. അപ്പം നമ്മൾ സീറ്റൊക്കെ തയ്പ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാട്ടോ സീറ്റ്. ഇത് സീറ്റിൻ്റെ അടിയിൽ വരുന്ന ട്രേ ആണ്. രണ്ടും വേർപെടുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ സീറ്റ് തയ്ച്ചതെന്ന് വെച്ചാൽ നമുക്ക് അയാൾ ആ ഒറിജിനൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്റ്റിച്ചൊക്കെ വെച്ച് രണ്ടാമതൊരെണ്ണം
തയ്ച്ച് പിടിപ്പിച്ച് നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് പുള്ളി തയ്ച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഈ സംഭവം ഊരാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഇതിങ്ങനെ ലൂസാക്കിയിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചു. അത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തു. സീറ്റ് നല്ല ഒരു കുഴപ്പവും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പോഞ്ചൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു സുഖമൊക്കെ ഉണ്ടിരിക്കുമ്പോൾ, അല്ലാത്തൊരു മരക്കട്ടി പോലെയായിരുന്നു. ഇതിൽ വരുന്ന ഏതാണെന്നൊക്കെ വെച്ചാൽ ഇതുണ്ടല്ലേ, ഈ ഒറ്റ കണക്ഷനുള്ളൂ. ഇത് ഏതാണെന്ന് വെച്ചാൽ വണ്ടി സീറ്റ് തുറക്കുമ്പം ഉള്ളിലേക്ക് ലൈറ്റ് വരുന്ന ഒരു ചെറിയ LED അതിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കണ്ടു നോക്കാം. ബാറ്ററി നമ്മൾ അത്യാവശ്യം പൊടിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, എന്നാലും ഫുള്ള് പൊടിയാണ്. ഇതാണ് വണ്ടിയുടെ ചേസ്. അപ്പോൾ ഇവിടെ കുറേ ഓയിലൊക്കെ പറ്റി പിടിച്ച് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് അധികം ക്ലീൻ ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ റിലേ ആണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ ശരിക്കും ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ. ഇവിടെ കുറച്ച് കമ്പോണൻസ് വരും, വേറെ കിറ്റുകളും കാര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം. അത് കഴിഞ്ഞാൽ വേറെ ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് ജോയിനിങ് വരുന്ന ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, കൺട്രോൾ യൂണിറ്റ്. പിന്നെ ഇത് ബാറ്ററി. ഇത്രയും വലിയ ബാറ്ററി കേട്ടോ, സീറ്റ് ഫുള്ളുണ്ട്. ഇത്രയും വലിയ ബാറ്ററി ഇങ്ങനെ പൊങ്ങി ടവർ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ലെവൽ കിട്ടാത്തത്. ചില സമയത്ത് ചെരിഞ്ഞൊക്കെ പോകുമ്പോൾ ബുള്ളറ്റ് പോകണ പോലെ ചെരിഞ്ഞങ്ങ് പോകും, ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമുക്കിനി സീറ്റ് ഫിറ്റ് ചെയ്യാം. സീറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം എടുത്തിട്ട് ഇതിലേക്ക് സ്ക്രൂ ചെയ്യണം. അതെ, രണ്ട് സാധനം ഇതിനകത്തേക്ക് കയറ്റണം. മാറി നിന്നിട്ടെടുത്തോ, മാറി നമ്മളെ പിന്നെ നമുക്ക് മഴ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കണക്ഷൻ കൊടുക്കണം. ഓക്കെ അല്ലെന്ന് തെളിച്ച് നോക്കട്ടെ. ഓക്കെ മാറ്റി. ശരി, ദൂരേക്ക് ചെന്നിട്ട് പിടിക്കുന്നു.
സിനിമാറ്റിക് സിനിമാറ്റിക് നമുക്ക് അടച്ചോ.